എല്ലാവർക്കും നമസ്കാരം. യാത്രാ നേരത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇന്നൊരു വാട്ടർഫാൾസിലേക്കുള്ള യാത്രയാണ്. ബാംഗ്ലൂരിൻ്റെ അടുത്ത് ബന്നർഘട്ട നാഷണൽ പാർക്കിന് അടുത്തുള്ള ഒരു വാട്ടർഫാൾസാണ് TK വാട്ടർഫാൾസ്. അപ്പോൾ അങ്ങോട്ടുള്ള യാത്രയിലാണ്. അപ്പോൾ അതിൻ്റെ കാഴ്ചകളിലൂടെ നിങ്ങൾ കാണും. അപ്പോൾ നമ്മൾ ഗൂഗിൾ മാപ്പൊക്കെ ഇട്ട് ചെറിയൊരു ഓഫ് റോഡൊക്കെ കഴിഞ്ഞിട്ട് ഇവിടെ എത്തി. ഇതാണ് അങ്ങോട്ട് കടന്നു പോകേണ്ട വഴി. പിന്നെ നമ്മുടെ കൂടെ അഖിലിൻ്റെ അനിയത്തിയുണ്ട്, നമ്മളെ കൂടെ ഇന്ന് വന്നതാണ്. പിന്നെ അഖിലുണ്ട്, ഇവിടെ ഉണ്ട്. അപ്പോൾ നമ്മൾ വെള്ളച്ചാട്ടത്തിലേക്ക് പോവാണ്. അപ്പോൾ നമ്മളിവിടെ വെള്ളച്ചാട്ടത്തിലേക്കുള്ള വഴിയിലാണ്. ഇതാണ് ഇവിടുത്തെ പാർക്കിംഗ് പ്ലേസ്. പിന്നെ ഇവിടെ ഒരു വഴി കാണുന്നുണ്ട്. ഇപ്പം നമ്മൾ ഗൂഗിൾ മാപ്പ് ഇട്ട വഴിയാണ് വന്നത്. ഇതും വേറെ ഏതെങ്കിലും ഒരു വഴി ആയിരിക്കും. ഇതിലെ കുറച്ചൊരു ചെറിയൊരു കാട്ടിലൂടെ നടന്നു വേണം വെള്ളച്ചാട്ടത്തിലേക്ക് പോകാൻ. അങ്ങ് ദൂരെ ആ കാണുന്ന അവിടെയാണെന്ന് തോന്നുന്നു. വെള്ളമൊക്കെ കുറവാണോ എന്നൊന്നും അറിയത്തില്ല. അപ്പോൾ നമ്മളേതായാലും അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ചെറിയൊരു കാട്ടിലൂടെയൊക്കെ നടന്ന് കയറി വേണം ഇങ്ങോട്ട് വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ വണ്ടി പാർക്ക് ചെയ്തെടുത്തുനിന്ന് ഏകദേശം ഒരു 1/2 കിലോമീറ്റർ നടക്കാനുണ്ട് കാടിനുള്ളിലൂടെ. ഇതാണ് വെള്ളച്ചാട്ടം. അത്ര ഹെവി ഫാൾസ് ഒന്നും അല്ല. നമ്മളെ നാട്ടിനെയൊക്കെ അപേക്ഷിച്ച് ഇതൊന്നും ശരിക്കും ഒരു വലിയ വാട്ടർഫാൾസ് അല്ല. നല്ല ഹൈറ്റ് ഉണ്ട്, പക്ഷെ വെള്ളം കുറവാണ്. എനിക്ക് തോന്നുന്നു നല്ല മഴയുള്ള സമയത്ത് മാത്രമേ നല്ല ഹെവി ആയിട്ടുള്ള ഫാൾസ് ഉണ്ടാവും തോന്നുന്നു. പിന്നെ ഒരു നല്ലോണം പാറക്കൂട്ടങ്ങളാണ്. ഇത് ബാംഗ്ലൂരിന് വരുന്നവർക്ക് ബാംഗ്ലൂർ സിറ്റിയിൽ നിന്ന് ഇവിടത്തേക്ക് 30-35 കിലോമീറ്ററിൻ്റെ ഇടയിലാണ് ഡിസ്റ്റൻസ്. അവധി ദിവസങ്ങളിലൊക്കെ ഒരുപാട് പേര് വരുന്നുണ്ട്. ഫാമിലീസിനൊക്കെ വരാൻ പറ്റിയ സ്ഥലമാണ്. ബാംഗ്ലൂരിൽ നിന്ന് ഫാമിലീസിനൊക്കെ വരാം. പാർക്കിംഗ് സ്ഥലമുണ്ട്. പിന്നെ ടിക്കറ്റ് ചാർജുകൾ, സെക്യൂരിറ്റി കാര്യങ്ങളൊന്നും ഇവിടെ ഇല്ല. ഇതാണ് ഇവിടുത്തെ വെള്ളച്ചാട്ടം. ഈ കാണുന്നതാണ് വെള്ളച്ചാട്ടം. The initial ride plan was for 100 kilometers. We had come cycling all the way till here. Once we came and saw the Thottikallu falls and all, there was no way we can leave this place. So we stayed here, enjoy this as much as possible, then keep those as memories. Super place.
നമ്മളിപ്പോഴും വെള്ളച്ചാട്ടത്തിൻ്റെ മുകളിലാണ്, കുറച്ച് മുകളിലാണ്. ഇവിടെ കുറച്ച് പാറയുണ്ട്, അതിൻ്റെ മുകളിലോട്ട് കയറിയിട്ട് അവിടുത്തെ വ്യൂ ഒക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇതുണ്ട് അവിടെ നിന്ന് ഇങ്ങനെ വെള്ളം ഒഴുകി വന്നിട്ട് ഇവിടെയാണ് ഒഴുകുന്നത്. വലിയ വെള്ളച്ചാട്ടമില്ല, പക്ഷേ എന്നാലും ബാംഗ്ലൂരിന് പെട്ടെന്ന് ഒരു 10-50 കിലോമീറ്ററിനുള്ളിൽ പെട്ടെന്ന് എത്താൻ പറ്റുന്ന സ്ഥലം. 35 കിലോമീറ്റർ ഇവിടത്തേക്ക് മാത്രമേ ഉള്ളൂ. ബാംഗ്ലൂരിന് കനകാപുര റോഡിന് വന്നിട്ട് ഗൂഗിൾ മാപ്പ് ഇട്ടിട്ട് വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് എത്താൻ പറ്റുന്ന സ്ഥലമാണ്. ഇന്ന് തന്നെ ഒരുപാട് പേര് ഇവിടെ വന്നിട്ടുണ്ട്. എനിക്കൊന്ന് ഒരു 100 കണക്കിന് ആൾക്കാർ ഇപ്പം തന്നെ ഉണ്ട്. ഈ സമയത്തിനുള്ളിൽ ഒരു അവധി ദിവസങ്ങളിലൊക്കെ ഇഷ്ടംപോലെ ഇങ്ങോട്ട് വരാം. പിന്നെ അവിടുന്ന് അത്രേ നടക്കാനുള്ളൂ. ഞാൻ നേരത്തെ പറഞ്ഞ 1/2 കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ അത്രയൊന്നുമില്ല. അങ്ങ് ആ ദൂരെ കാണുന്ന അവിടുന്ന് ആ കാടിലൂടെ ഒരു നടന്നിങ്ങനെ വന്നിട്ട് ഇവിടെ എത്താം. ഇപ്പോൾ ഒരുപാട് പേര് കുളിക്കുന്നുണ്ട്. വലിയ അപകടമൊന്നുമില്ല ഇവിടെ വന്ന് കുളിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാലും. അപ്പോൾ നമ്മൾ ഇവിടുന്ന് തിരിച്ച് പോകാൻ നോക്കുകയാണ്. ഒരുപാട് നേരം ഇവിടെ സ്പെൻഡ് ചെയ്തു. നല്ല അടിപൊളി സ്ഥലമാണ്. ബാംഗ്ലൂരിന് പെട്ടെന്ന് എത്തിവിടാൻ പറ്റിയ നല്ലൊരു അടിപൊളി സ്ഥലം. തിരിച്ച് പോവാണ് നമ്മൾ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അപ്പം കണ്ടിഷ്ടപ്പെട്ട് ഈ സ്ഥലത്തേക്ക് വരാൻ താല്പര്യമുണ്ടെങ്കിൽ പരമാവധി വരിക. ഒരു 35 കിലോമീറ്റർ ഉള്ളിൽ ഇവിടെ എത്തിപ്പെടാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇഷ്ടപ്പെട്ട എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റൊക്കെ ചെയ്യണം. ബൈ. അപ്പോൾ നമ്മളിവിടെ വന്നിട്ട് തിരിച്ച് പോകാനുള്ള തയ്യാറെടുപ്പിലാണ്. ഇപ്പോൾ നമ്മളെ വണ്ടി നമ്മൾ രാവിലെ വന്ന് ഇവിടെ വണ്ടി പാർക്ക് ചെയ്തതാണ് ആ കാണുന്നത്. ഇപ്പോൾ അവിടുന്ന് വണ്ടി ഇറക്കണമെങ്കിൽ ഒരുപാട് വണ്ടികൾ നീക്കിയതിന് ശേഷം നമുക്ക് എടുക്കണം. നിങ്ങൾക്കതാ എൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ കാണാം എത്ര ബൈക്കുകളാണ് പാർക്ക് ചെയ്തത്. അതുപോലെ തന്നെ അവിടെ മുഴുവൻ പാർക്കിങ്ങാണ് കാറൊക്കെ. അതുപോലെ ബാംഗ്ലൂരിൽ നിന്ന് വീഡിയോ കണ്ടിട്ട് ഇവിടുന്ന് വന്ന് കാണാനൊക്കെ താല്പര്യമുണ്ടെങ്കിൽ പരമാവധി കുറച്ച് രാവിലെ ഇറങ്ങി ഇവിടെ വരുവാണെങ്കിൽ ഇതൊക്കെ കണ്ട് ആസ്വദിച്ചിട്ട് തിരിച്ചു പോകാം. അല്ലെങ്കിൽ ഇതാണ് പാർക്ക് ചെയ്യാനൊക്കെ